സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസിൽ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു തരത്തിൽ അവർക്ക് റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 1.2 മില്യൺ അല്ലെങ്കിൽ ഒരു 900K അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുണ്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ എന്തും വിളിച്ച് പറയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് കിട്ടിക്കോളും. അവർ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്നിനെ കുറിച്ചും ഒരു റിസർച്ച് ചെയ്യാതെ അല്ലെങ്കിൽ കാര്യമായ ഒരു സ്റ്റഡി നടത്താതെ ഇത്തരം പുലമ്പലുകൾ അല്ലെങ്കിൽ വീഡിയോ തുറന്നു വെച്ചിട്ട് ഇത്തരം വായാടിത്തരം പറയുന്ന ആൾക്കാരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഏറ്റവും അടുത്തായി കണ്ടൊരു വീഡിയോയിൽ കേരളത്തിൽ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ സെലിബ്രിറ്റി അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറയാം, നമുക്ക് വിളിക്കുന്ന അത്തരത്തിലൊരാൾ വന്നിട്ട് പറയാണ്, അതായത് നാഷണൽ സെക്യൂരിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദുരന്തർ എന്ന സിനിമയുടെ ബേസ് ആയതുകൊണ്ട് അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റിയുള്ള ആളുകളെ, റോ ഏജൻസിമാരെ അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ അദ്ദേഹം അവർ നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളെ വെറും പുച്ഛിച്ച് കളയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കോൾ മീ ഷസാം ബായിയുടെ ചെറിയ ചെറിയ തമാശകളെ കുറിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ഇത്തരം തമാശകളുടെ ഒരു വീഡിയോ നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയേ അല്ല ഇതിൽ കാണിച്ചിരിക്കുന്ന കുറേ പേരൊക്കെ അവരൊക്കെ ജീവനോടുണ്ടോയെന്ന് പോലും ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു ഇന്ത്യൻ ഇൻ്റലിജൻസിൽ ഒരാൾ വിളിച്ചിട്ട് ഇതിൻ്റെ ഡയറക്ടറിനെ വിളിച്ചിട്ട് ഇതൊക്കെയാണ് കഥ, അടിച്ച് വേർക്ക് സിനിമ ആക്കിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും. പക്ഷേ കുറേ പേര് ഇതാണ് സത്യം എന്ന് പറഞ്ഞ് എടുക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അവരാ കാര്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് പുച്ഛം, പരമപുച്ഛം, എല്ലാത്തോടും പരമപുച്ഛമാണ്. അദ്ദേഹത്തിന് ഈ എന്താണ് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള എന്താണ് മേജർ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഇതിൽ ആരൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സിനിമ കണ്ട സമയത്ത് നമ്മൾ ഓരോ കഥാപാത്രം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ പറഞ്ഞ ആൾക്കാർക്ക് ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് ആർക്കും അറിയാം. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ചില ആൾ വിശ്വസിക്കും, ബാക്കി എല്ലാവരും വിശ്വസിക്കില്ല. അതങ്ങനെ പുച്ഛിച്ച് പറയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ വന്ന് പറയാണ്, ഇതൊക്കെ നല്ല കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് കഥയുണ്ട്, ഇതൊക്കെ കഥ ആക്കി നിങ്ങളൊരു സിനിമയാക്കിക്കോ എന്ന് പറഞ്ഞൊരു സിനിമയാക്കുന്നു. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചാണ് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പുച്ഛിച്ച് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ രാജ്യത്തൊരു നാഷണൽ സെക്യൂരിറ്റി ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നമുക്കറിയാത്ത അൺസങ് ഹീറോസ് ഉണ്ട്. അവർ രാവും പകലും അവർ ചിന്തിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി മാത്രമാണ്. നമ്മളിവിടെ ഇരുന്നത് വീഡിയോ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതം പോലെയല്ല. ഓരോ നിമിഷവും അവർ അലേർട്ടാണ്. രാജ്യത്തിന് ചുറ്റും നടക്കുന്നത്, രാജ്യത്തിന് പുറത്ത് നടക്കുന്നത്, അറ്റാക്കുകൾ, തീവ്രവാദികൾ, ടെററിസം, അതിനൊക്കെ കുറിച്ചിട്ട് ആ ഒരു നാഷണൽ സെക്യൂരിറ്റിയാണ്. അത് വളരെ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി? അവിടെ നടക്കുന്നതൊന്നും നമ്മൾ ഇവിടുത്തെ ആൾക്കാർ ഇരുന്ന് അറിയുന്നില്ല. എന്താണ് നടക്കുന്നത്, ഏത് തരത്തിലാണ് അവരുടെ ഓപ്പറേഷൻസ്, എവിടേക്കാണ് അവർ റോ ഏജൻസ് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്, അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഏതൊക്കെ അപകടങ്ങളിൽ നിന്നാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നത്, അവരുടെ പ്ലാൻസ്, അവരുടെ ബുദ്ധി, അവരുടെ ദാറ്റ് പാട്രിയോട്ടിസം, അവരുടെ എഫേർട്ട്, ഇതൊക്കെ എന്താണ് പുച്ഛിച്ച് തള്ളുകയാണ് മൂപ്പര്. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ ഇവരോട് കൂടുതൽ സംസാരിക്കണോ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് എൻ്റെ വീഡിയോ ഇതിപ്പോൾ അവരിലേക്ക് എത്തുമെന്ന് ആർക്കല്ല. എനിക്ക് ഷസാമിനോട് ഇത് എത്തിച്ചു കൊടുക്കണം. ഷസാം ഇത് കാണണം വീഡിയോ. അതാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിലുള്ള ഒരു റിസർച്ചും ചെയ്യാതെ ഒരു ഡീറ്റെയിലിംഗ് നടത്താണ്ട് ചുമ്മാ വീഡിയോയിൽ വന്നിരുന്ന് പുലമ്പുന്നത് എന്ത് വാക്ക് ഉപയോഗിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷസാമിന് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്, അതുകൂടി നമ്മൾ കാണാം, കണ്ടുവന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ സീ ദിസ് വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് ഇത് പ്രൊപ്പഗാൻഡയാണോ അല്ല റിയാലിറ്റി ആണോ, എന്തുകൊണ്ടായിരിക്കും ആ ഒരു സിനിമക്ക് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡൻസ് എന്ന് പേര് നൽകിയത് എന്ന് ഇപ്പം ഷസാം ബായിക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവരൊക്കെ 100% ഉറപ്പാണ് ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞവരാണ്, ഇതിനൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിഞ്ഞാണ് സംസാരിക്കുന്നത്. പക്ഷേ ഷസാമിനെ പോലുള്ള ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസേഴ്സിന് ഇത് അറിയാൻ കുറച്ച് വേഗിപ്പോയോ, അല്ല അറിയാതെ നടിക്കുന്നതാണോ എന്നറിയില്ല. ആരെ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാരെ സംരക്ഷിക്കാനാണോ, ഏതൊക്കെ വിഭാഗക്കാരെ സംരക്ഷിക്കാനാണോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ ഒരൊറ്റ വീഡിയോ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ ടൈമൊന്നും എടുക്കുന്നത്, നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സ്ക്രീൻഷോട്ടിൽ കാണുന്ന ആളാണ് ജാവേദ് ഖനാനി. ഇത് ഈ ജാവേദ് ഖാനിന്റെ മുഖം നമ്മൾ ദുരന്തർ കണ്ട സിനിമയിൽ കണ്ടവർക്ക് അത് മനസ്സിലാവും.
ജാവേദ് ഖനാനിനെ കുറിച്ചിട്ട് പറയുന്നത് ഖനാനി ബ്രദേഴ്സ് ആണ്. ഓക്കെ, അവര് അൽതാഫ് ഖനാനി ആൻഡ് ജാവേദ് ഖനാനി ഇവരാണ് 1980 മുതൽ ഈ ഒരു എന്താണ് ഹവാല ബിസിനസ് അല്ലെങ്കിൽ ഇന്റർനാഷണലി സ്മഗ്ലേഴ്സ് ആയിട്ടുള്ള ഈ രണ്ടാൾക്കാർ അവർ വലിയൊരു ഈവിൾ എംപയർ ആയിരുന്നു. അതാണ് നമ്മുടെ സിനിമയിൽ ദുരന്തറിലായിട്ട് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുക, ഖനാനിയുടെ മരണം, ഈ മരണത്തെക്കുറിച്ച് അത്രയും വലിയ ഡീറ്റെയിലിംഗ് ആണ് ആദിത്യദാർ നടത്തിയെന്നതാണ്. നിങ്ങൾ വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കൂ, ഹൗ ജാവേദ് ഖനാനി ഡൈസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഏത് സോഴ്സ് നോക്കിയാലും ജാവേദ് ഖനാനി മരിച്ചത് ഒരു 8 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ടാണ് എന്ന് പറയും. ദുരന്തർ സിനിമ കണ്ട് അറിയാം ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളത്. അതേപോലെ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കുക. ആഫ്റ്റർ ഡിമോണിറ്റൈസേഷൻ ആണ് ഇയാൾ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് മരിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മരിച്ചത്, ഫേക്ക് മണി നിർമ്മാണത്തിൽ എത്രത്തോളം ഇയാളെ കൈകളുണ്ട്, ഇയാളാണത് ചെയ്തത് എന്നുള്ളത് ഇതിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് തരാനില്ല. ജാവേദ് ഖനാനിയാണ് റിയൽ ലൈഫ് ക്യാരക്ടർ നമ്മൾ ദുരന്തറിൽ കണ്ട ആ മനുഷ്യൻ. ആൻഡ് ഇതാണ് ചൗധരി ഇസ്ലാം. ചൗധരി ഇസ്ലാമിനെ അതേപോലെ ആ സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൗധരി ഇസ്ലാമിൻ്റെ ആണ് പേര് തന്നെ അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ചൗധരി ഇസ്ലാം, ചൗധരി സാബ് എന്നാണ് വിളിക്കുന്നത്. അത് അയാൾ പാകിസ്ഥാനിലെ ഏറ്റവും ഹൈ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അയാൾ പിന്നെ ടെററിസ്റ്റുമായിട്ടും ISI ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ ഗ്രൂപ്പോ ടെററിസ്റ്റ് ആൾക്കാരോടും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മിഡിൽ മാനായിട്ട് നിന്ന ഒരാളാണ്. അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളായിട്ട് സെർച്ച് ചെയ്ത് നോക്കൂ. ഇയാൾ മരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഒരു ബോംബിംഗ്, ഒരു സൂയിസൈഡ് ബോംബിങ്ങിലൂടെയാണ് ജനുവരി 9, 2014 അസ്ലാം ചൗധരി മരിച്ചത്. അതാണ് ദുരന്തർ കണ്ടവർക്ക് ഇതൊക്കെ കണക്ട് ആവും ഏത് രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ചെയ്ത റിസർച്ച്, ഇവർ ചെയ്ത ആ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. ഇതാണ് റിയൽ ലൈഫ് ഇൻസിഡന്റ്, റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വ്യക്തിയാണ് ആതിഖ് അഹമ്മദ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്മഗ്ലർ അല്ലെങ്കിൽ ഡ്രഗ് ഡീലർ, സ്മഗ്ലർ, ആയുധക്കടത്തുകാരൻ. അയാളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയായിരുന്നു. സമാജ്വാദ് പാർട്ടിയുടെ ഒരു നേതാവാണ്, ഒരു MLA ആണ്, MP യോ MLA ആണ്. ഇയാൾ ഉത്തർപ്രദേശിൽ അടക്കി വാണിട്ടുള്ള ഒരു മാഫിയ സംഘത്തിൻ്റെ തലവനാണ്. അയാൾ അടക്കി വാഴ്ന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അയാൾ യോഗി ആദിത്യനാഥ് ആണ് ഇയാളെ എൻകൗണ്ടറിലൂടെ ഇയാളെ സംഘത്തെയും ഇയാളെയും ഇല്ലാതാക്കിയത്. ഇയാളും ഒരു എൻകൗണ്ടറിലൂടെയാണ് വധിക്കപ്പെട്ടത്. അതൊരു അൺനോൺ അസാസിനേഷൻ ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് ഇപ്പോഴും നിങ്ങൾക്ക് ഇത് കിട്ടും യൂട്യൂബിൽ. ഈ ഒരു ക്യാരക്ടറിനെയാണ് ആ ദുരന്തറിൽ ആ ഒരു വെള്ളയിട്ട നിങ്ങൾ മനസ്സിലാവും ആദ്യത്തെ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അതും റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്താണോ നടന്നത് അത് തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആതിഖ് അഹമ്മദ് എന്ന് പറഞ്ഞ സ്മഗ്ലർ, ഇയാളുടെ പൂർവ്വ ചരിത്രം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 1 ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും കാണാതെയാണ് ഷസാമിനെ പോലുള്ള ആളുകൾ വന്ന് പറയുന്നത് ഇവരൊക്കെ ജീവിച്ചിരുന്നവരാണോ, ആർക്കറിയാം. ഇപ്പം അറിയോ, ഇപ്പം മനസ്സിലായോ? ഉസൈർ ബലൂച്ച്, ഈ കാണുന്നതാണ് ഉസൈർ ബലൂച്ച് അറസ്റ്റഡ് ബൈ ഇന്റർപോൾ അറ്റ് ദുബായ് എയർപോർട്ട്. ദുബായ് എയർപോർട്ടിൽ വന്ന് ഇന്റർപോളിന്റെ അറസ്റ്റിലായ ഉസൈർ ബലൂച്ച്. ഇതും സിനിമ കണ്ടവർക്ക് കത്തും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത് പ്രൊപ്പഗാൻഡയാണോ അല്ലെങ്കിൽ ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ ഇൻസിഡന്റ് ആണോ നിങ്ങൾ തീരുമാനിക്കുക. ആൻഡ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് അതിൻ്റെ എൻഡ് സ്ക്രീനിൽ എൻഡ് ക്രെഡിറ്റിലൊക്കെ നമ്മൾ ഒരുപാട് അൺനോൺ അസാസിനേഷൻ്റെ ഒരു ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്. ഇപ്പം ആതിഖ് അഹമ്മദിനെ പോലെയുള്ള സ്മഗ്ലേഴ്സിനെ കൊന്നത്, അതേപോലെ 33 ടെററിസ്റ്റ്, 33 കൂടുതൽ അല്ലെങ്കിൽ 40ഓളം പാകിസ്ഥാനി ISI ലഷ്കർ-ഇ തോയ്ബ ടെററിസ്റ്റുകളെ ഒരു അൺനോൺ അസാസിനേഷൻ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതും പാകിസ്ഥാനിൽ വെച്ചിട്ട് പല ഭാഗങ്ങളിലായിട്ട്. മനസ്സിലായി? അത് തന്നെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അൺനോൺ ആൾക്കാർ വരുന്നു, ബൈക്കിൽ വരുന്നു, വെടിവെക്കുന്നു. അബു ഖത്തൽ ആരാണ്, എന്താണ്, എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. ഇത് സൈഫുള്ള ഖാലിദ് പറയുന്ന ലഷ്കർ-ഇ തോയ്ബ ടെററിസ്റ്റ്. ഇയാൾ ഇന്ത്യയിൽ നടത്തുന്ന ബിഗ് അറ്റാക്സിന് 3 ബിഗ് അറ്റാക്സിന്റെ പിന്നിൽ പ്രവർത്തിച്ച തലയാണ്. ഇയാളും കൊലപ്പെട്ടത് അൺനോൺ അസാസിനേഷന്റെ ഭാഗമായിട്ടാണ്, നിങ്ങൾ ഓർക്കണം. ആൻഡ് പ്രോമിനന്റ് പാകിസ്ഥാനി സ്കോളർ മുഫ്തി ഷാ മിർ ഷോട്ട് ഡെഡ് ഇൻ കറാച്ചി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇയാളും പാകിസ്ഥാനി സ്കോളറാണ്, പണ്ഡിതനാണ്, ടെററിസ്റ്റ്, ISIയുമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തോയ്ബയിൽ പ്രവർത്തിക്കുന്ന ടെററിസ്റ്റാണ് മുഫ്തി ഷാ മിർ. ഇയാളും ഷോട്ട് ഡെഡ് ആണ്. അടുത്തത് AD മുഫ്തി ഫയാസ് ഗൺ ഡൗൺഡ് ബൈ അൺനോൺ അസാസിനേഷൻ ഇൻ പാകിസ്ഥാൻ. ഈ 2024 വാർത്തയാണിത്. ഇതൊക്കെ സ്ക്രീൻഷോട്ടുകളാണ്. ഇത് ഞാൻ എടുത്തു വെച്ച സ്ക്രീൻഷോട്ടുകളാണ്. നിങ്ങളും ഇപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ വിക്കിപീഡിയയിൽ ഏത് സോഴ്സിനും ആവട്ടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിരൽ തുമ്പിൽ ലഭ്യമാകുന്ന വിവരങ്ങളാണ്. റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഇത് നടത്തിയിട്ടുള്ളത് ഈ അസാസിനേഷൻസ് എന്ന് പറയുന്നത് റോ ഏജൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ റോ ഏജൻസ് തന്നെയാണ്. അവരുടെ വ്യക്തമായ പ്ലാനിലൂടെയാണ് നടത്തിയത്. അബ്ദുൽ സലാം ഭുട്ടവി പോലിട്ടുള്ള സ്കോളേഴ്സ്, അത് പാകിസ്ഥാനിലെ ISI ടെററിസ്റ്റുകളാണ് ഇവരാണ് ഈ റിക്രൂട്ട് ചെയ്യുന്നതും ഇവർക്കുള്ള പ്ലാൻ റെഡിയാക്കുന്നതും ഇന്ത്യയിലടക്കം
വിവിധ സ്ഥലങ്ങളിൽ ബിഗ് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇവരുടെ തലയാണ്. ഈ ബുട്ടവീനെയും നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടർ അതിൽ നിർമ്മിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ബുട്ടവിയാണ് കാണ്ടഹാറിലെ അയാളുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നത് ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണും ആത്തിഖ് അഹമ്മദിന്റെ 2 ക്യാരക്ടേഴ്സും സിനിമയിൽ കാണിച്ച ക്യാരക്ടറും റിയൽ ലൈഫ് ക്യാരക്ടറും അതിൽ കാണിക്കുന്നത്. അതേപോലെ SP അസ്ലാം ചൗധരിന്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഖാനി ബ്രദേഴ്സിനെ കാണിക്കുന്നു. അജിത് ദവാൽ മിസ്റ്റർ അജിത് ദവാൽ നമ്മുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ തലവൻ എന്ന് പറയുന്ന അജിത് ദവാലിന്റെ ക്യാരക്ടർ കാണിക്കുന്നു. പീക്ക് ലെവൽ ഓഫ് കാസ്റ്റിംഗായ ആദിത്യദാറാണിത്. ISI മേജർ ഇക്ബാലിന്റെ റിയൽ ലൈഫ് ക്യാരക്ടറാണിത് കാണിക്കുന്നത്. സെയിം ടു സെയിം. ആൻഡ് ഉസൈർ ബലോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള പല ടെററിസ്റ്റുകളെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ സംസാരിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും ആത്തിഖ് അഹമ്മദിനെ പോലുള്ള ആൾക്കാർ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇവർക്ക് ISIയുമായിട്ടുള്ള ബന്ധം, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെ വളരെ എവിഡൻ്റ് ആയിരുന്നു. പക്ഷെ തൊടാൻ പറ്റിയില്ല ഒരാൾക്കും. തൊടാൻ വേണ്ടി വന്നു. അവസാനം യോഗി തന്നെ വേണ്ടി വന്നു. അവരെ അറസ്റ്റ് ചെയ്തു. അത് കുടുംബത്തെ അടക്കം കാച്ചി എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഒരുപാട് ജിഹാദികളും അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുക്കുന്ന കുറേ ആൾക്കാരും ടെററിസ്റ്റുകളും ഉണ്ട്. അവർക്കുമായിട്ട് പണിയെടുക്കുന്ന കുറേ ആൾക്കാരും. ഇവരൊക്കെ അൺനോൺ അസാസിനേഷനോടെ നേരിട്ടും അല്ലാതെയും വകവരുത്തിയതും അതിനുള്ള പ്ലാനുകൾ ഉണ്ടാക്കിയതും ഇന്ത്യൻ മിലിറ്ററി ഓഫീസേഴ്സാണ്, നാഷണൽ സെക്യൂരിറ്റിയുടെ ഓഫീസേഴ്സാണ്, നമ്മുടെ ഏജൻസ് ആണ്. റിസർച്ചാണ് ദുരന്തറിന്റെ ടീം വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ആണ് നമ്മളൊരു ഈ സ്ക്രീനിൽ കാണുന്നത്. ഓരോ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അതിലുള്ള റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് എന്തുമാത്രം സാമ്യമുള്ള ആൾക്കാരെയാണ് ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് നോക്കണം. അത് വളരെ 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 എവിഡൻ്റ് ആയിട്ട് കാണിച്ചു. ആൻഡ് സ്റ്റിൽ പീപ്പിൾ ആർ ബ്ലെയിമിങ്, സ്റ്റിൽ പീപ്പിൾ ആർ സേയിങ്, ആൻഡ് സ്റ്റിൽ ഷസാമിനെ പോലുള്ള ആളുകൾ വന്ന് ഇൻഫ്ലുവൻസേഴ്സ്, സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പറയാണ് ഇതൊക്കെ ജീവിച്ചിരുന്നവരാണോ? ഇതൊക്കെ ആര് വിശ്വസിക്കും? ഇതൊക്കെ കെട്ടുകഥയല്ലേ? ചില ആൾക്കാർക്ക് വിശ്വസിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ 1.22 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഫോളോവേഴ്സുള്ള സോ കോൾഡ് സെലിബ്രിറ്റീസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് സ്വന്തം മീഡിയയിലൂടെ പറയാണ്. കഷ്ടം, പരമ കഷ്ടം. സോ നിങ്ങൾ തീരുമാനിക്കുക ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയാണോ അല്ലെങ്കിൽ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണോ എന്നുള്ളത്. ഇപ്പോഴും പറഞ്ഞ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം മാറ്റി വെച്ച് നിങ്ങൾ ഏത് പാർട്ടിക്കാരനോ ആയിക്കോട്ടെ, പക്ഷെ ആ രാഷ്ട്രീയം മാറ്റി വെച്ച് 2 നിമിഷം ചിന്തിക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് മനസ്സിലാക്കാനാണ് ഇത്തരമുള്ള സിനിമകൾ നമ്മൾക്ക് കാണേണ്ടതും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും. സോ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇതിൽ ഞാനൊരു രാഷ്ട്രീയപരമായിട്ടൊരു പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാനൊരു BJP കാരനല്ല, ഞാനൊരു സംഖ്യയല്ല. നിങ്ങൾ ആരും എന്നെ സംഖ്യയാക്കിയും വേണ്ട.